നമസ്കാരം. ചരിത്രപരമായ കോളനിവൽക്കരണത്തിന് മുമ്പ് പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നഗരം ഇന്ത്യയിലെ വ്യാപാരത്തിനുള്ള ഒരു പ്രധാന തുറമുഖ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഒരു ജില്ലയാണ്. ബംഗാളിലെ 42 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായ ഹൂഗ്ലി, ചിൻസുറ സദർ, ശ്രീറാംപൂർ, ചന്ദനഗർ, അരാംബാഗ് എന്നീ 4 ഉപവിഭാഗങ്ങൾ ഉള്ളതുമായ ഒരു ജില്ല കൂടിയാണ്. 2011 സെൻസസ് കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ 55,19,145 ജനസംഖ്യയുള്ള ഹൂഗ്ലി പശ്ചിമ ബംഗാളിലെ ഏറ്റവും സാമ്പത്തികമായി വികസനം കൈവരിച്ച ജില്ലകളിൽ ഒന്നാണ്. രാഷ്ട്രീയ മണ്ഡലത്തിൽ വർഷങ്ങളായി വൈവിധ്യമാർന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് ഹൂഗ്ലി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1952 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മഹാസഭയുടെ NC ചാറ്റർജി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിജയിച്ചിട്ടുണ്ടായിരുന്നു. CPM, CPIM, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ മാറി മാറി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നതോടെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ വിജയങ്ങളുടെ ചാഞ്ചാട്ടം ഇപ്പോൾ നല്ലപോലെ പ്രതിഫലിക്കുന്നുണ്ട്. അതായത് CPM, CPIM തങ്ങൾക്കൊരിക്കൽ നഷ്ടപ്പെട്ട ഭരണം പുനർനിർമ്മിക്കുമ്പോൾ വിജയം 100% ഉറപ്പാക്കിയെന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത. ജൂൺ മാസമാകുമ്പോഴേക്കും ബംഗാളിലെ പല്ലുകൊഴിഞ്ഞ ചില തൃണമൂൽ നേതാക്കളുടെ കരച്ചിലും ഉച്ചത്തിലാകും. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ CPMന്റെ ദീർഘകാല ആധിപത്യം തകർക്കാൻ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസിന്റെ ഡോക്ടർ രത്ന ദേയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് 6 തവണ തെരഞ്ഞെടുക്കപ്പെട്ട നിലവിലെ MP രൂപചന്ദ് പാലിനെ പരാജയപ്പെടുത്തിയാണ് അവർ അത് നേടിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൂഗ്ലി മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലോക്കറ്റ് ചാറ്റർജി 6,71,448 വോട്ടുകൾ നേടി വിജയിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ ഡോക്ടർ രത്ന ദേ 5,98,86 വോട്ടുകൾ നേടി രണ്ടാമതെത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രദീപ് സാഹ 1,21,588 വോട്ടുകൾ നേടി 3-ാം സ്ഥാനത്തും എത്തിയിരുന്നു. എന്നാൽ 2024 ആകുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ CPM 3-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ ഒന്നുമല്ല എത്താൻ പോകുന്നത്. ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ CPMന്റെ പഴയ പ്രതാപം പുതിയ മട്ടിലും ഭാവത്തിലും തിരിച്ചു വരാൻ പോകുന്നു എന്നത് ബംഗാളിലെ ജനങ്ങൾക്കും ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്.